2004 USS എക്സാം എഴുതുന്നത്. USS എക്സാം എഴുതി അത് കിട്ടി ആ ഒരു USS സ്കോളറായി എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായിരുന്നു നമുക്ക് ലൈഫിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ സ്കോളർഷിപ്പ് എമൗണ്ട് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതെന്ത് പറ്റിയെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അതിലപ്പുറം നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് കിട്ടുന്ന ലൈഫിലെ വലിയ അംഗീകാരങ്ങളിലൊന്ന്, അതുവരെ നമ്മൾ സ്കൂളിലുള്ള കോമ്പറ്റീഷനിലൊക്കെ നമ്മൾ ടോപ്പറായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിലെ എക്സാംസിലൊക്കെ നമ്മൾ ടോപ്പറായിരിക്കും. പക്ഷേ വിവിധ സ്കൂളുകളിൽ, കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് ഏറ്റവും മിടുക്കരായിട്ട് വരുന്ന കുട്ടികൾ എഴുതുന്നൊരു പരീക്ഷയിൽ നമുക്കൊരു സ്കോളർഷിപ്പ് കിട്ടി എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ആണ് ഒരു പക്ഷേ ലൈഫിൽ പിന്നീടുള്ള ഓരോ എക്സാമിനും മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അത് JEE അടക്കമുള്ള പരീക്ഷകൾ, IIT അടക്കമുള്ള പരീക്ഷകൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൊരു ഊർജ്ജം എന്നുള്ളത് അന്ന് കിട്ടിയൊരു കോൺഫിഡൻസ് ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഇത്തരം പരീക്ഷകളാണ് ആക്ച്വലി നമ്മുടെ ലൈഫിൻ്റെ ഗതി നിർണ്ണയിക്കുക എന്നുള്ള ഒരു ബോധ്യമാണ്. അതായത് ഒരുപാട് ആളുകൾക്ക് 10ാം ക്ലാസ്സിൽ A+ ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകൾക്ക് 12ൽ A+ ഉണ്ടായിരുന്നു. പക്ഷേ USS കിട്ടിയ കുറച്ച് ആളുകളുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു JEE ക്വാളിഫൈ ചെയ്ത കുറച്ച് ആളുകളുണ്ടായിരുന്നുള്ളൂ, കീമിൽ നല്ല റാങ്ക് കിട്ടിയ കുറച്ച് ആളുകളുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ സ്കൂളിൽ സാധാരണ എഴുതുന്നൊരു പരീക്ഷയും ഈ USS പരീക്ഷയും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ മാത്സിലൊരു പ്രോബ്ലം സ്കൂളിലൊരു പരീക്ഷയൊക്കെ ചെയ്തു, 5 മാർക്കിൻ്റെ പ്രോബ്ലത്തിന് ലാസ്റ്റത്തെ ആൻസർ തെറ്റിയാൽ നമുക്കൊരു 3 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 4 മാർക്ക് കിട്ടും. ടീച്ചർ വിചാരിക്കും നമുക്ക് അറിയണ കുട്ടിയല്ലേ, നല്ല അടിപൊളി മോനാണ് മോളാണ്, മാർക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ USS പരീക്ഷ അങ്ങനെയാണോ? ലാസ്റ്റ് ഒരു സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ തെറ്റിയാലും ആ മാർക്ക് പോയി, ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് മുഴുവൻ പോയി. കാരണം ഇതൊരു ഒബ്ജക്റ്റീവ് എക്സാമാണ്. അതേപോലെ തന്നെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. എല്ലാ ആളുകളെയും സെലക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് ആളുകൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുക. ആ ലിമിറ്റഡ് സെറ്റ് ഓഫ് ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്ത് ഇത്രയധികം ജനങ്ങൾ ഒരു ടൈറ്റിലിന് വേണ്ടിയിട്ട്, ഒരു സീറ്റിന് വേണ്ടിയിട്ട്, ഒരു ജോബിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ഓരോ മാർക്കും, നമ്മുടെ ഓരോ പരിശ്രമവും, നമ്മുടെ ഓരോ എഫേർട്ടും എത്രത്തോളം ഇമ്പാക്റ്റ്ഫുള്ളാണ്, എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന വലിയ സ്റ്റെപ്സിലൊന്നാണ് ആക്ച്വലി USS എക്സാം എന്നുള്ളത്. അപ്പോൾ അതിന് കിട്ടുന്ന സ്കോളർഷിപ്പ് എമൗണ്ട്, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടിയാലും വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. പക്ഷേ അതല്ല, നേരെ മറിച്ച് അത് നമുക്ക് ലൈഫിൽ മുന്നോട്ട് കുതിക്കാൻ നൽകുന്ന ഒരു കോൺഫിഡൻസ്, ഒരു ഊർജ്ജം, അതാണ് ഏറ്റവും പ്രധാനം എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് X&Y ലേണിംഗ് USSന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഒരു കോച്ചിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മളിത് ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ പ്രോഗ്രാമിലൂടെ USSൻ്റെ വിന്നേഴ്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ February 27 എക്സാം. ഇനി ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഒരു മാസത്തിൽ താഴെ മാത്രമാണുള്ളത്. ഇനിയുള്ള ദിവസം എന്നുള്ളത് കഠിനമായ പരിശ്രമത്തിൻ്റെ ദിവസങ്ങളുടേതാണ്. ആർക്കാണ് USS കിട്ടുക? സ്വന്തം സ്കൂളിലെ ആ ഒരു ഫൈനൽ ഇയർ എക്സാമിന് പഠിക്കുന്നവർക്കല്ല USS കിട്ടുക. USS എക്സാമിന് വേണ്ടി, അതിനു വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആളുകൾക്കാണ് തീർച്ചയായിട്ടും ഒരു USS സ്കോളർഷിപ്പ് കിട്ടുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സസ് ആണ് ഞങ്ങൾ X&Yയുടെ USS ചാനലിലൂടെ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീക്കിലി ഫ്രീ ഓൺലൈൻ ടെസ്റ്റുകളുണ്ടാവും. കാരണം ഇവിടെ നമ്മൾ പരീക്ഷ എഴുതി നമ്മൾ പരിശീലിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് അതാണ്. പരമാവധി പരീക്ഷകൾ എഴുതി നമ്മൾ പരിശീലിക്കുക. കാരണം ഇത്തരൊരു പരീക്ഷ നമ്മൾ അധികം എഴുതിയിട്ടില്ല, അത് എഴുതി നമുക്ക് ശീലമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള ഒരുപാട് പരീക്ഷകൾ നമ്മൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതോടൊപ്പം ഫ്രീ ക്ലാസ്സസ് ഉണ്ടാവും, മെറ്റീരിയൽസ് ഉണ്ടാവും, എല്ലാം നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം USS എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ USS ആസ്പിറൻസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ കമ്മ്യൂണിറ്റിയിൽ മെറ്റീരിയൽ, അതേപോലെ എക്സാംസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, നിങ്ങൾക്കുള്ള ടിപ്സ് എല്ലാം നൽകുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ പിൻഡ് കമൻറ്റിലും നൽകുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റിയിലോട്ട് നിങ്ങൾ വരിക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എണ്ണപ്പെട്ട ദിവസങ്ങളാണുള്ളത്. അടുത്തൊരു 20-25 ദിവസം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് ഈ കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ നിർബന്ധമായിട്ടും ആ സ്കോളർഷിപ്പ് ഇങ്ങോട്ട് കയ്യിലോട്ട് പോരും. ഓക്കെ, അപ്പോൾ അത് പോരട്ടെ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലൂടെ, നമ്മുടെ എക്സാംസിലൂടെ കാണാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുമായിട്ട് X&Y ടീം ഉണ്ടാവുന്നതാണ്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.